നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. കൂടെ തന്നെ ദൈവസഭയുടെ പ്രതിപുരുഷനായിട്ടുള്ള ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും അതുപോലെ തന്നെ കണ്ട നാൾ മുതൽ ഇന്ന് വരെയും ദൈവസന്നിധിയിൽ വലിയ സന്തോഷത്തോടുകൂടിയായിരിക്കുന്ന പ്രിയാണ് മകനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ ആരാധിക്കുവാൻ ദൈവം ഒരു സാവകാശം ഒരുക്കിയിട്ടു. ഇതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഇവിടുത്തെ ആരാധനയ്ക്ക് ആദ്യമായിട്ടാണ് ബ്ലസ്സി, പിന്നെ ആ മോളുടെ പേര് കൃപ കടന്നു വരുവാൻ തക്കവണ്ണം തീർന്നു. മോളൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളുമായിട്ടൂടെ കടന്നു വന്നു, അവരൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കടന്നു വന്നുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയ കണ്ണന്റെ അമ്മ കുഞ്ഞൊക്കെ അവരൊക്കെ തമിഴ്നാട്ടിൽ പോയിരിക്കുകയാണ്. അവരൊക്കെ വന്നു കഴിയുമ്പോൾ വരും. പ്രിയ സ്ഥാപിച്ചാനെ മോഹൻ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിലുള്ള എല്ലാവിധമായ വന്ദനങ്ങളും ദൈവസന്നിധിയിൽ നിങ്ങൾ കടന്നു വന്നതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും നിങ്ങൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഈ വാഗമണ്ണില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണിത്. വാഗമൺ പൈൻ വാലി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു നല്ല ആലയം നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. ഇവിടെ ഒരു വ്യത്യാസവുമില്ലാതെ ഞങ്ങളെ ഈ ഓൺലൈനിൽ കൂടെ ഒക്കെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ആരാധനയ്ക്ക് ക്ഷണിക്കുകയാണ്. കാരണം ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് 6 മണിയാകുന്നിടത്തേക്ക് ഇവിടെ വിശുദ്ധ ആരാധന ഈവനിങ് വർഷിപ്പായിട്ടുണ്ട്. എത്ര കേരളത്തിന്റെ 7 ദൂരേന്ന് വന്നാലും നിങ്ങൾക്ക് ഇവിടെ വന്ന് സന്തോഷത്തോടെ ആരാധിച്ചിട്ട് പോകാം. നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഈ ആലയത്തിന്റെ ഒരു പ്രത്യേകത മറ്റേ ആലയം പോലെ അല്ല നിവാസനെ. ഈ ആലയത്തിന്റെ ഓരോ സൈഡിലും നിങ്ങൾ നോക്കിക്കും, ഇതെല്ലാം കിടക്കണം. കണ്ടോ വാസം കണ്ടായിരുന്നോ? ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് ഈ ആലയത്തിൽ തന്നെ പാർത്ത് ഈ ആലയത്തിൽ തന്നെ നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാനുള്ള ഒരു അനുഭവം. ഇനി അഭിഷിക്തന്മാർ വന്നാൽ അവരും ഭാരപ്പെടണ്ട. അവർക്ക് വേണ്ടിയുള്ള മാളിക മുറികളും ദൈവസന്നിധിയിൽ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. എല്ലാം ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാഗമൺ പൈൻ വാലിയില് ഈ ഇവിടെ നടക്കുന്നതായിട്ടുള്ള ഈ ലായൽ കൂടാരത്തിൽ നിന്നുള്ള ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ ഇവിടെ നോക്കിയാൽ എബനേസർ വർഷിപ്പ് സെന്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹല്ലേലൂയ. ഇവിടെ കടന്നു വന്നിട്ട് ഈ SBIയുടെ ATM തൊട്ട് സമീപമുള്ളതായിട്ടുള്ള ഈ ഭവനത്തിൽ നേരത്തെ അച്ചാച്ചി പറഞ്ഞതുപോലെ ഇവിടെ ഏറ്റവും ഉയർന്നിരിക്കുന്ന ഒരു ഭവനമാണിത്. ഇതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയാണ് നമ്മൾ ആരാധിക്കുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങൾ ഹൃദയഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒരുമിച്ച് ഈ മലമുകളിലേക്ക് നേറി വന്ന് ദൈവസാന്നിധ്യം അനുഭവിച്ച് മടങ്ങി പോകുവാൻ എല്ലാവരും ദൈവസന്നിധിയിൽ ക്ഷണിക്കുകയാണ്. ഓൺലൈനിൽ കൂടി ഇത് പോകുന്നതുകൊണ്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞത്. മാത്രമല്ല ഹല്ലേലൂയ, മറ്റ് സഭകളിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെയും ഞാൻ ക്ഷണിക്കുകയാണ്. അല്ലെ, അപ്പൊ നിങ്ങൾ ചോദിക്കുക അല്ലെ, അവരുടെ ആരാധന കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഒരുമിച്ചിരുന്ന് ആരാധിച്ചിട്ട് പോകുന്നത് വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് വരാൻ പോവുകയാണ്. നമുക്ക് അതിർവരമ്പുകളില്ല. ഹല്ലേലൂയ സ്തോത്രം. എവിടെ ആരാധന ഉണ്ടെങ്കിലും അവിടെ പോയി ദൈവത്തെ ആരാധിക്കണം. അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ അല്ലെങ്കിൽ കോഴിക്കാനത്താ പോയെ, അടുത്ത ആഴ്ച വേറെ സ്ഥലത്തായിരിക്കും രാവിലെ ആരാധനയ്ക്ക് പോകുന്നത്. നമുക്ക് എവിടൊക്കെ അവസരം ലഭിക്കുമോ അവിടെയെല്ലാം കടന്നു ചെന്ന് കർത്താവിനെ ആരാധിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അച്ചാച്ചിയിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശമാണ് നമ്മൾ കേട്ടത്. ഹല്ലേലൂയ. സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം എന്താണ് വായിച്ചത്? ഒന്ന് വായിച്ചാട്ടെ. ഒറ്റ വാക്യം പറഞ്ഞിട്ട് ഞാൻ ദൈവസ്ഥനിൽ പെട്ടെന്ന് തന്നെ അല്ലെ, കർത്താവിന്റെ അഭിഷേകം നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുവാനാണ് നമ്മളായിരിക്കുന്നത്. എന്താണ്? യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവരുടെ മുഖം അവന്റെ മുഖം കാണും. നീതിമാനായിട്ടാണ് നീ ജീവിക്കുന്നതെങ്കിൽ നീ ഒരിക്കലും താണുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു നീതിമാനായ മനുഷ്യനുണ്ടായിരുന്നു, പേര് ജോസഫ് എന്ന. പക്ഷേ തന്റെ ജീവിതത്തിൽ തന്നെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടു. സ്വന്തം സഹോദരന്മാരാലാണ് വലിച്ചെറിയപ്പെട്ടത്. അവിടെ കൊണ്ട് തീരുമെന്നാ ഓർത്തത്. തീരുന്നതിന് മുമ്പേ തീർന്നു എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ പക്ഷേ മരിക്കുന്നതിന് മുമ്പേ ആദരാഞ്ജലികളുടെ പോസ്റ്റ് അല്ലെങ്കിൽ പോസ്റ്ററുകൾ പതിക്കപ്പെട്ട ബാനറുകൾ പതിക്കപ്പെട്ട ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരാണെന്നറിയോ? ജോസഫ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് വീട്ടിൽ ചെന്നിട്ട് ഒരു തനിക്ക് തന്റെ അപ്പൻ കൊടുത്ത, തന്റെ അപ്പന്റെ വാർദ്ധക്യ കാലത്തുണ്ടായ മകനായതുകൊണ്ട് നല്ലൊരു നിലയങ്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നിലയങ്കി ചോര വച്ചിച്ചുകൊണ്ട് പോയിട്ട് അവൻ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവസാനിപ്പിച്ചു. ഹല്ലേലൂയ. നീതിയുള്ളവൻ ഒരിക്കലും പൊട്ടക്കണച്ച് തീർന്നു പോകത്തില്ല കേട്ടോ.
പ്രവാചകന്മാർ വന്ന് ആ കിടക്കിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഹല്ലേലൂയ അവനില്ലായിരുന്നു. അവന്റെ അസ്ഥികഷ്ണം നോക്കിയായിരിക്കും അവരിലേക്ക് ഒരുപക്ഷെ വന്നത്. ജീർണിച്ചതായിട്ടുള്ള അവന്റെ ശരീരത്തെ നോക്കിയോ, അവന്റെ അസ്ഥിയെ നോക്കിയോ, അസ്ഥികൂടത്തെ നോക്കിയായിരിക്കും വന്നത്. പക്ഷെ അവൻ അവിടെ ഇല്ലായിരുന്നു. അവനെ അവിടുന്ന് ദൈവം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴോ അവിടെയും അവൻ നീതിയോടാണ് നിന്നത്. ഹല്ലേലൂയ. പുത്തിപ്പേറിന്റെ ഒരു കണ്ണ് ആരുടെ മേൽ പതിച്ചു? ഈ കോമളരൂപനായ സുന്ദരനായ ജോസഫിന്റെ മേൽ പതിച്ചു. പക്ഷെ അവിടെയും താൻ എന്ത് ചെയ്തു? താൻ നീതിയോടെ നിന്നു. താൻ കാരാഗ്രഹത്തിലേക്ക് പോയി, അവിടെയും നീതിയോടെ നിന്നു. അതുകൊണ്ട് കാരാഗ്രഹത്തിന്റെയും മേൽവിചാരകനാക്കി അവിടെ വെച്ചു. അവിടെ കൊണ്ട് അവസാനിച്ചു. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. നീതിയോടുകൂടെ ഇരിക്കുന്നവനെ രാജസിംഹാസനത്തിൽ ഇരുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ജോസഫിനും ചിലപ്പം കാലങ്ങൾക്ക് മുമ്പേ വസിച്ചവനായിരിക്കും യോബ്. പക്ഷേ ഹല്ലേലൂയ, അറിഞ്ഞ സത്യം. ഹല്ലേലൂയ. ഈ യോബിനെ കുറിച്ചുള്ള ഒരു സാക്ഷ്യം എന്തായിരുന്നു അല്ലെ? ഊസ് ദേശത്ത് നിഷ്കളങ്കനും നീതിമാനും. എന്റെ അഡ്രസ്സാണ് ചോദിക്കേ. ഹല്ലേലൂയ, സഹോദരൻ. എന്റെ അഡ്രസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറയത്തില്ല നീതിമാനും നിഷ്കളങ്കനും. വെടുകുഴിയിൽ ഈ പൈമാലിയില് നീതിമാനായിരുന്ന നിഷ്കളങ്കനായിരുന്ന ഒരിക്കലും ഇല്ല. എന്റെ ഹിസ്റ്ററി അന്വേഷിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മടുത്തു പോകും. ഹല്ലേലൂയ. ഒരു കൊള്ളാവുന്ന ഹിസ്റ്ററി ഇല്ലായിരുന്നു. പക്ഷെ യേശുവിന്റെ രക്തം തലയിൽ വീണപ്പോ, യേശുവിന്റെ രക്തം ഹല്ലേലൂയ ഈ പാപമംഗലമായ ജീവിതത്തെ മാറ്റി മറിച്ചു കളഞ്ഞപ്പോൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരായി നമ്മൾ മാറി. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം. ജോസഫിനെ സിംഹാസനത്തിൽ ഇരുത്തിയില്ലേ? നീതിയോടെ ഇരുന്നൊരുവനുണ്ട്, ദാവീദ്. നമുക്കറിയാം. ഹല്ലേലൂയ. ഒരു പ്രത്യേകത ഞാൻ പറയാം, ദൈവത്തോട് ഭയങ്കര എരിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അച്ചാച്ചൻ പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഭയങ്കര എരിവുള്ള മനുഷ്യനായിരുന്നു. ദൈവത്തെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിനെതിരായി ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ ആരാണെന്ന് നോക്കത്തില്ല, സാഹചര്യം എന്നാണെന്ന് നോക്കത്തില്ല. അവൻ അതിനെതിരായിട്ട് നിൽക്കുന്നവനായിരുന്നു അല്ലെ? പടക്കളത്തിൽ പടജനമെല്ലാം സജനായി നിൽക്കുമ്പോൾ ഒരു തരത്തിലുമുള്ളതായിട്ടുള്ള യാതൊരു വിധമായ പ്രൊട്ടക്ഷനും ഇല്ലാതെ ഹല്ലേലൂയ, സഹോദരൻ, ഒരു ബാലൻ ഓടിപ്പോവുക. ആരാന്ന് പുള്ളിക്കാരൻ ചോദിക്കുക. രാജാവ് ചോദിക്കുക, ഈ പോകുന്നത് ആരാണ്? ഈ പോകുന്നത് ആരാണ്? പടനായനും അറിയത്തില്ല, ആരാന്നറിയത്തില്ല. എനിക്കും അറിയത്തില്ല ആരാന്ന്. പക്ഷെ പോയവൻ ചില്ലറക്കാരനല്ല കേട്ടോ. പോയവന്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? രാജാതി രാജാവായി ജനിക്കേണ്ടവൻ ജനിച്ച സ്ഥലത്ത് ജനിച്ച ബത്ലഹേമ്യനായ, അങ്ങനല്ലേ പാസ്റ്റർ പറയുന്നത്, ബത്ലഹേമ്യനായ ഇശായിയുടെ മകൻ ദാവീദാ പോകുന്നത്. കാരണം അവൻ തോക്കാനുള്ളവൻ ജനിച്ചെടുത്ത് ജനിച്ചൊരു അപ്പന്റെ മകനല്ലത്. ജയിക്കാനുള്ളവൻ, മരണത്തെ പോലും ജയിക്കാനുള്ളവൻ ജനിച്ചെടുത്ത് ജനിച്ചൊരപ്പന്റെ മകനാ പോകുന്നത്, പടക്കളത്തിലേക്ക് പോകുന്നത്. അവൻ നീതിയുള്ളവനാ. അവന്റെ ദൈവത്തിനെതിരായിട്ട് ശബ്ദിക്കുന്നവനെ അവനെ ഹല്ലേലൂയ, സ്തോത്രം, ആരെതിർത്തില്ലേലും അവന്റെ കയ്യിലുള്ള അല്ലെ, അവന്റെ കയ്യിലെന്നാ ഉണ്ടായിരുന്നത്? അവന്റെ പൊക്കടത്തിലുള്ള എന്നായിരുന്നു? ചെറിയ രണ്ടൂന്ന് കല്ല് എടുത്തൊന്ന് വീശി ഗോലിയാത്ത് വീണു. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ അവിടെ ചെന്നിട്ട് കല്ലുകൊണ്ട് പരിപാടി നടത്തിയാണ് ചെയ്തത്. ഗോലിയാത്ത് ആർക്കെതിരെ? സ്വന്തം ജനത്തിനെതിരെ വാളുമായിട്ട് നിന്ന് അവന്റെ വാൾ അവന്റെ ഉറയിൽ നിന്ന് ഊരിയിട്ട് അവന്റെ തല കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു ഇസ്രായേലിയത്തിന് മുമ്പിൽ. ദൈവനാമത്തെ ദൂഷിക്കുന്നവനെതിരെ, ദൈവജനത്തെ തകർക്കുന്നവനെതിരെ, ദൈവത്തിനെതിരെ വെല്ലുവിളിക്കുന്നവനെതിരെ നീതിക്ക് വേണ്ടി നിന്ന, ചങ്കൂറ്റത്തോടുകൂടി നിന്ന ഒരുത്തനുണ്ട്. അവന്റെ പേരാണ് ദാവീദ്. ഹല്ലേലൂയ. ആ ദാവീദിനെ ദൈവം സിംഹാസനത്തിൽ ഇരുത്തുവന്നേ. അപ്പോഴാ ദൈവമാദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള ശൗൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ദൈവം പറഞ്ഞത് അനുസരിക്കാതെ, ദൈവം പറഞ്ഞു നീ അവനെ ഉന്മൂലനാശം ചെയ്യണമെന്നാ പറഞ്ഞത്. അവൻ അനുസരിക്കാതെ കൊഴുത്തതും മുഴുത്തതിനും ഒക്കെ ചേർത്ത് വെച്ചു. പക്ഷെ അവൻ അനുസരിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു? അവനെ ആ സ്ഥാനത്ത് നിന്ന് ദൈവം പറിച്ചു കളഞ്ഞു. നിന്റെ രാജത്വത്തെ പറിച്ചു കളഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇയ്യോബ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ആട്ടിടയനായി കാട്ടിക്കൂടെ നടന്നവനെ, ആട്ടിടയനായിട്ട് കിന്നരം വായിച്ചുകൊണ്ട് പാട്ടും പാടി ഹല്ലേലൂയ, സ്തോത്രം, തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ച് നടന്നവനെ, ഹല്ലേലൂയ, ഒരു യോഗ്യതയുമില്ലാതിരുന്ന അനുഭവത്തിൽ നിന്ന് ഹല്ലേലൂയ, സ്തോത്രം, രാജസിംഹാസനത്തിലെത്തി കിരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ കേട്ട വചനപ്രകാരം ദൈവം നീതിമാനാണ്. ഹല്ലേലൂയ. മാത്രമല്ല നേരുള്ളവരെ
അതോ നേരിലുള്ളവർ ആരുടെ മുഖം കാണും? ദൈവത്തിന്റെ മുഖം കാണും. ഹല്ലേലൂയ. ആ ഒരനുഭവത്തിൽ ദൈവം നടക്കും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് കേട്ടോ. ഹല്ലേലൂയ. വല്ല വടിമൊത്ത ഷർട്ട് പാന്റ് ഒന്നുമില്ലെങ്കിലും, നല്ല വാഹനം ഒന്നുമില്ലെങ്കിലും, നല്ല ഇപ്പൊ ഐഫോൺ, വലിയ വലിയ ഫോണുകളൊക്കെ അല്ലേ, ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫോണൊന്നും ഇല്ലെങ്കിലും, അല്ലേ സ്തോത്രം, നല്ല വസ്ത്രവും നല്ല ഫോണും നല്ല സാഹചര്യങ്ങളും മറ്റു പറയാനുള്ള വലിയ പദവികളും ഒന്നും ഇല്ലെങ്കിലും നേരോടെ ജീവിക്കുന്ന ഒരു ജീവിതം നമ്മളുണ്ടെങ്കിൽ, നേരുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ, നിന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല കേട്ടോ. ആരും കണ്ടില്ലേലും നീ അവന്റെ മുഖം കണ്ടിരിക്കും. സ്തോത്രം. നമുക്ക് ദൈവസ്ഥനെ ഒന്ന് സമർപ്പിച്ചാൽ മതി. സ്തോത്രം അല്ലേ? മറ്റേക്കാരും പറയാ മുഖം കണ്ടു, കർത്താവിന്റെ മുഖം കണ്ടു. കാരണം എന്താണെന്നറിയോ? ജീവിതത്തിൽ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞപ്പോ, തന്റെ ജീവിതത്തിൽ പാപം യേശുക്രിസ്തുവിനാൽ മോചിച്ച് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എന്താണ്? പിന്നെ നേരിന് വേണ്ടിയുള്ള ഓട്ടം. എവിടെ പോയാലും താൻ കർത്താവിന്റെ കൂടെ സാധിച്ച കർത്താവിന്റെ കൂടെ. ക്രൂശിക്കൽ അല്ലേ ദൈവദാസനെ? ശിഷ്യന്മാരെല്ലാം ചെതറി ഓടിക്കളഞ്ഞു, സകലരും ഓടി. പക്ഷെ സകലരും ഓടിയപ്പോഴും നമ്മളെല്ലാവരും ഓർക്കും അല്ലേ, പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ ഭയമെന്ന് അല്ലേ? ശരിയാണേ, പെണ്ണുങ്ങൾക്കും ആ ഭയം. നമ്മുടെ വീട്ടിലെ തന്നെ സ്ത്രീകളെ നമ്മൾ പഠിച്ചു നോക്കി. രാത്രിയെല്ലാം കാണും ഒരു ജനലയിൽ ആരെങ്കിലും വന്ന് ചുമ്മാ ഒരു കരിയില വന്നടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിള്ളേർ പേടിച്ചു പോകുന്നേ. 9 മണിയാകുന്നേരം, രാവിലെ 5 മണി മുതൽ നമ്മൾ പണിക്കിറങ്ങിയാലും ചിലപ്പോൾ നമുക്ക് വിളി വരുത്തില്ല. പക്ഷെ ഒരു 9-9:30 ആകുന്നേരം ഒരു ഫോൺ വരും. എവിടെ എത്തി? നിങ്ങൾ ഓർക്കും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. അതുകൊണ്ടല്ല, ഇവരുടെ ഭയം കൊണ്ടായി വിളിക്കുന്നേ. അല്ലേ സഹോദരൻ? ഇവരുടെ ഭയം കൊണ്ടാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺ തുണ എപ്പോഴും വേണം. അവർ ഭയപ്പെടും. പക്ഷെ ആ ഭയമുള്ള സ്ത്രീകൾക്ക്, ഈ 21ാം നൂറ്റാണ്ടിലും ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും ഭയമുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് 2025 വർഷങ്ങൾക്ക് മുമ്പേ ആ കാൽവരി കുളത്തിൽ അത്ര മൃഗപ്രായരായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച സമയത്തും ഒരു ഭയവുമില്ലാതെ കർത്താവിന്റെ ക്രൂശിക്കൽ ചേർന്ന് നിന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ മഗ്ദലക്കാരത്തി മറിയ, അവള് പിന്നെ അവന്റെ മുഖം കാണാതിരിക്കുമോ? ഹല്ലേലൂയ. ഒരു നീതിക്ക് വേണ്ടി 2 കള്ളന്മാരുടെ മധ്യത്തിൽ, ഹല്ലേലൂയ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരുവൻ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി അല്ലെ പാപത്തിന് പരിഹാരമായി ഒരു നീതി വെളിപ്പെട്ടപ്പോൾ അതിനോട് ചേർന്ന് നിന്നവൾ, നേരോടെ നിന്നവൾ, അവളുടെ പാപം മോചിച്ച് കിട്ടിയതോർത്ത് അവൾ ആ ദൈവത്തോട് ചേർന്ന് നിന്നെങ്കിൽ അവള് ഉയർപ്പിൽ അവന്റെ മുഖം കാണാതിരിക്കുവോ? ദൈവദാസനെ, കാണാതിരിക്കുവോ? ഹല്ലേലൂയ. നീ ഞാൻ നേരോടെ നിന്നാൽ കർത്താവിന്റെ മുഖം കാണും. നീതിയുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ ബലപ്പെട്ട അഭിഷിക്തൻ, ഹല്ലേലൂയ, സ്തോത്രം, ജോൺ സാമുവൽ പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഞാൻ ഇദ്ദേഹത്തെ സ്വരത്തിൽ കൂടിയാണ് കേട്ടത്. ഹല്ലേലൂയ, സ്തോത്രം.